ഒരു കാഴ്ച കേട്ടോ നമ്മളെ അതൊന്ന് കണ്ടു നോക്കാം നമുക്ക്. മ്യൂസിയം ഓഫ് ലണ്ടൻ ചെറിയ കാര്യമായിരിക്കുമല്ലോ. ഇത് അണ്ടർഗ്രൗണ്ട് പാസ്സാണ് കേട്ടോ. ഇതിന് നമ്മൾ ഈ സിറ്റി കൂടി അല്ലാതെ ഈ റോഡിൻ്റെ നേരെ അപ്പുറം പോയിട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള അണ്ടർ പാസ്സാണ്. പ്രധാനപ്പെട്ട ഏരിയയിൽ വരിക കേട്ടോ. ഫ്ലാറ്റിൻ്റെ കൺസ്ട്രക്ഷനാണ്, ഫിനിഷ് ആവുന്നുള്ളൂ പുതിയത്. ഓക്കെ, ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ലണ്ടൻ സിറ്റി ടൂറ് തുടരുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക. ഇന്ന് പ്രധാനമായിട്ട് നമ്മളെ സിറ്റി ടൂറിൻ്റെ ബസ്സിലുള്ള എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഒരു വിധമൊക്കെ ഇന്ന് നമുക്ക് കവർ ചെയ്യണം. അപ്പം അതിനുള്ള പരിപാടിയിലാണ് എല്ലാവരും കൂടെ ഉണ്ടാവുക. കാഴ്ചകൾ കാണുക. എല്ലാ പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളിലും നമ്മൾ ഇറങ്ങും. അതിനെ പറ്റിയിട്ട് എല്ലാ വിശദീകരണവും ഇതിലുണ്ടാവും, നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫിൻ്റെ 49ാമത്തെ ഇതിൽ നിന്നുണ്ടാണ് കയറുന്നത്. 49 കണ്ടില്ലേ, 49ൻ്റെ സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിൽ കയറുന്നത് ഇന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് കയറിയിട്ട് 49 കയറി പിന്നെ എങ്ങോട്ടേക്കാണ് പോകുന്നത് നമുക്ക് നോക്കാം, ഏത് സെക്ഷനിലേക്കാണ് പോകുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ കയറാൻ പോവുകയാണ്, ബസ്സിൽ കയറാൻ പോവുകയാണ്. എല്ലാവരും കാത്തിരിക്കുക. നമ്മൾ കറക്റ്റായിട്ടുള്ള എല്ലാ വ്യൂവും നിങ്ങൾക്ക് ഇനി തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ സിറ്റീൻ്റെ നമ്മൾ റണ്ണിങ്ങിലുള്ള വിവരങ്ങളും ഉണ്ടാവും. ഓരോ സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് അവിടുത്തെ പ്രത്യേകത, ആ സ്റ്റോപ്പിൻ്റെത് എന്തൊക്കെയാണ് പ്രത്യേകത എന്നൊക്കെ നമ്മൾ സംസാരിച്ച് അടുത്ത സ്റ്റോപ്പിൽ തിരിച്ച് കയറി അങ്ങനെ നമ്മൾ ഒരുമിച്ചിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ. എല്ലാവരും കൂടെ ഉണ്ടാവുക. ഓക്കെ, ആണ് കേട്ടോ നമ്മളെ ബസ്. ഗ്രീൻ റൂട്ടിലാണ് ഞാൻ കയറുന്നത് ഇപ്പം. അപ്പോൾ ഗ്രീൻ റൂട്ടിൻ്റെ 49ാമത്തെ സ്റ്റേഷനാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ കയറും. ഓക്കെ, ഇതിൽ നമ്മൾ കയറിയിട്ട് നമ്മൾ പിന്നെ അടുത്തടുത്ത ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങി ആവശ്യമുള്ള സ്ഥലത്ത് ഇറങ്ങിയിട്ട് നമ്മൾ പോകും. അങ്ങനെ ഉണ്ടാവും. ഇവിടെ കയറി നമ്മൾ സ്കാൻ ചെയ്യും നമ്മളെ കൂപ്പൺ. അപ്പോൾ നമ്മൾ കയറിയിട്ട് ഓരോ സ്റ്റോപ്പ് നോക്കിയിട്ട് നമുക്ക് ഇറങ്ങാം. ഫസ്റ്റിൽ ഞാൻ ഇവിടുന്ന് നമ്മളെ ഹാൻഡ് ഫ്രീ എടുക്കുന്നു. അടുത്ത സ്റ്റോപ്പ് 50, നമ്പർ 50. സോറി yeah, this is YouTube vlog. Hi. Okay, next stop, what is the surprise, anything? Should we tell you everything? So our next stop is going to be stop number 50, which is Waterloo Bridge. Then after that, you got 51 for York Road, and then it will be number 1, which is the London Eye. Only green line is there, or any red line is there? Yeah, so until stop number 1, it's just the green line. Then from stop number 1, you have the red line. So if you get off in 3 more stops from now, 3 more stops, you can change to the red line, yeah? Red line, yeah. Thank you. No worries. അപ്പോൾ നമ്മൾ റെഡ് ലൈനിലേക്ക് ചേഞ്ച് ചെയ്യും. റെഡ് ലൈനിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാറാം, 3ാമത്തെ സ്റ്റോപ്പിലേക്ക് കേട്ടോ. അപ്പോൾ ഒരു ഐഡിയ ആക്കട്ടെ ഞാൻ ആദ്യം. അപ്പോൾ നമ്മൾ ആദ്യം ഷൂട്ട് തുടങ്ങുന്നു. ബസ്സിൽ കയറിയിരുന്നു, ഏറ്റവും ടോപ്പിലുണ്ട്. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ സിറ്റീൻ്റെ ടൂറ് ഒരു വശം നമ്മൾ ഫുള്ളടിക്കാം. ഓക്കെ, എന്നിട്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നോക്കിയിട്ട് പിന്നീട് നമ്മൾ ഇറങ്ങുന്നതായിരിക്കും കേട്ടോ നമ്മളെ പ്ലാന്. ഓക്കെ, നമ്മളിപ്പം കയറിയത് 49ലാണ്. ഓക്കെ, 49ൽ ഇതിൻ്റെ ഒരു ഹബ്ബാണ്, കണ്ടില്ലേ, അവിടെ നിന്നാണ് കയറിയത്. ഇനി അത് 50ൽ പോകും, 51 വരും, 52 വരും. ഓക്കെ, 52 പിന്നെ 40, 41 അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഓരോരോ സ്ഥലത്തെ കാഴ്ചൻ്റെ പ്രത്യേകത അനുസരിച്ച് നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഓരോരോ സംഗതികൾ ഡീറ്റെയിൽ ആയിട്ട് കാണുകയും ചെയ്യാം. ഓക്കെ അല്ലേ? എല്ലാവരും ഇല്ലേ കൂടെ? അടുത്തൊരു ബസ് തിരിച്ച് പോകുന്ന ബസ് കിട്ടും. അത് വേറെ, ഇത് ടൂത്ത് ബസ് എന്ന് പറഞ്ഞിട്ടുള്ള ബസ്. അതേപോലെ നിങ്ങൾ കാണുന്നുണ്ടോ ഈ സ്ട്രീറ്റ് ഹോസ്പിറ്റൽ, റോയൽ ലണ്ടൻ ഹോമിയോപ്പതിക് ഹോസ്പിറ്റൽ. അപ്പോൾ ഇവിടെ ഹോമിയോപ്പതിക് ഹോസ്പിറ്റലും റോയൽ ആയിട്ടുള്ള സർവീസ് ഉണ്ട് കേട്ടോ. അതായത് നല്ല ഹോസ്പിറ്റലുകളുണ്ട് ഇവിടെ ഹോമിയോപ്പതിക്കിൽ. ഈ ബിൽഡിങ് കൺസ്ട്രക്ഷൻ കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവരെയും പാരീസിൻ്റെ ഒക്കെ പ്രത്യേകതകൾ ബിൽഡിങ്ങിൻ്റെ. അപ്പം ഇത് ഒരു അണ്ടർപാസ് കൂടിയ നമ്മൾ മെട്രോ പോകുന്നതും മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്നതും ഭാഗങ്ങളാണ് കേട്ടത്.
ഈ റോഡ് ശ്രദ്ധിച്ചില്ല, നമ്മൾ 2 ലൈന് മാത്രം കറക്റ്റ് ഉള്ളതാണ്. പക്ഷെ ആ 2 ലൈനിൽ ട്രാക്ക് സെറ്റ് ചെയ്ത് ഇത്രയും വലിയ ബസ്സുകൾ പോകുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് റഷ് ഉള്ള ഒരു ഏരിയ ആണ്. ലണ്ടനിലെ അണ്ടർഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഹോൾബോൺ സ്റ്റേഷൻ ഇവിടെ ഉള്ളതിൻ്റെ മെട്രോ അണ്ടർഗ്രൗണ്ട് എന്നാണ് അതിന് പറയുക. അതിന് ഹോൾബോൺ സ്റ്റേഷൻ. അപ്പോൾ ഈ ബസ്സിൽ ഇത് കണ്ടില്ലേ, ഞാൻ നേരത്തെ വന്നത് ഈ ബസ്സിലാണ്. അപ്പോൾ ഈ ബസ്സുകളിൽ യാത്ര ചെയ്യാൻ നമുക്ക് 1.70, 1.90, 2.30 ഇങ്ങനെയൊക്കെ ചാർജ് വരുള്ളൂ. അതായത് 1.70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാട്ടിലത്തെ എത്ര വന്നു, നാട്ടിൽ 190 റുപ്യോളം വന്നു, 180, 190 റുപ്യോളം വരും. നല്ലൊരു പൈസ വരുന്നുണ്ട് ഇവിടെ. ഇവിടുന്ന് 1, 2 എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചെറുതായി തോന്നുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ ക്യാഷ് അല്ല, ഇവിടെ കാർഡാണ്. അപ്പോൾ ഞാൻ നമ്മളെ നാട്ടിലത്തെ കാർഡാണ് യൂസ് ചെയ്യുക. നാട്ടിലത്തെ കാർഡ് യൂസ് ചെയ്യുമ്പോൾ ബ്രൗൺ എന്ന് പറയുമ്പോൾ പൈസ കട്ടാകും യൂസ് ചെയ്യും. ഇവിടെ ഇതൊരു കൺജസ്റ്റഡ്, നല്ല ഭയങ്കര സിറ്റി ഏരിയ ആണ്, കൺജസ്റ്റഡ് ഏരിയ ആണ് ഇവിടുത്തെ. ജനങ്ങളെ കണ്ടില്ല നിങ്ങൾ, അത്രയും ജനങ്ങളുണ്ട്. പക്ഷെ ഇവിടുത്തെ ട്രാഫിക് സിസ്റ്റത്തിൻ്റെ ഫോളോ കൊണ്ടാണ് ഈ ചെറിയ റോഡിലൂടെ പോലും ഇവർക്ക് സിറ്റിയുടെ അകത്ത് ഇത്രയും വലിയ വാഹനങ്ങളൊക്കെ സർവീസ് നടത്തുന്നത്. അതായത് എല്ലാവരും ആ റൂൾസ് റെസ്പെക്റ്റോട് കൂടിയിട്ട് അംഗീകരിച്ചിട്ടാണ് ഇവർ വണ്ടി ഓടിക്കുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ അതിനുള്ള ഫൈനും അതിനുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ഇവർ ശീലിച്ചിട്ടും അങ്ങനെ തന്നെയാണ്. ഇവരെ ഡ്രൈവ് ചെയ്യുന്നവർ ആ രീതിയിലാണ് അത് എക്സ്പീരിയൻസ് ആക്കി വെച്ചത്. ഇല്ലെങ്കിൽ നമ്മളെ നാട്ടിലത്തെ പോലെ അവിടേക്കും ഇവിടേക്കും ബ്ലോക്ക് ചെയ്ത് കയറ്റിയിട്ടിട്ട് അവസാനം ഒന്നും അല്ലാതെ ആർക്കും പോകാൻ കഴിയാതെ ഒരു ബസ് അവിടെ വരുന്നുണ്ടോ, ഗ്രീൻ റൂട്ടിൽ കൂടിയ ബസ് തിരിച്ചു വരുന്നതാണ്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോൾ നമുക്ക് ആലോചിക്കാം അവിടെ ഇറങ്ങണോ വേണ്ടത്. ഞാൻ നോക്കിയിട്ട് അടുത്ത സ്റ്റോപ്പ് നമ്പർ 50, സ്റ്റോപ്പ് നമ്പർ 50 ബ്രിഡ്ജിൻ്റെ ഭാഗമാണ്. ഓക്കെ, സ്റ്റോപ്പ് നമ്പർ 50 ഇറങ്ങി നമുക്ക് വേണമെങ്കിൽ റെഡ് ലൈനിലേക്കൊക്കെ പോകാം. നോക്കട്ടെ, ഇവിടെ സ്റ്റോപ്പില്ല. ഇത് കണ്ടില്ല നിങ്ങൾ, പാർക്കിങ്ങിൻ്റെ കേട്ടോ. കൂടെ റോഡ് പാസ് ചെയ്ത് അണ്ടറിലൊക്കെ പാർക്കിങ്ങാണ്. ആ പാർക്കിംഗ് ഉള്ളത് കൊണ്ട് അതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ, ഞാൻ പറഞ്ഞ പോലെ പാരീസത്തെ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ചെയ്തു വെച്ചൊരു സിസ്റ്റമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഇത് ഡെവലപ്പ് ആയി. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇത് അണ്ടർപാസിലേക്കുള്ള വഴികളാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഏരിയ കൂടിയാണ്. വാഹനം ബസ്സൊക്കെ സൈഡിൽ നിർത്തിയിട്ടുണ്ട്. ആ ബസ്സൊക്കെ സൈഡിൽ നിർത്തിയിട്ടിട്ടും അടുത്ത ബസ്സിന് ട്രാക്കിൽ കറക്റ്റ് പോരാൻ പറ്റുന്നത് ഇവിടെയൊക്കെ നിർത്തിയിട്ടും വരുന്നത് ഇവർ ആ ട്രാഫിക് റൂൾസിൻ്റെ ഒരു ഇതാണ്. ഫുള്ള് ഇവിടെ സെറ്റ് ആട്ടോ. ഹാൻഡ് സ്ക്രീനൊക്കെ എത്ര വേണമെങ്കിലും എടുക്കാം. നമ്മൾ നമ്പർ 1 ഇറങ്ങുകയാണ്. നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ് നമ്പർ 1. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിൽ നിന്ന് ഇറങ്ങി ഗ്രീൻ ലൈൻ കേട്ടോ. ഗ്രീൻ ലൈൻ ഇവിടെ തൽക്കാലം നിർത്തി. ഇനിയിപ്പോൾ അത് റെഡ് ലൈനാണെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ് നോക്കട്ടെ, റെഡ് ലൈൻ ആണോ എന്ന് സംശയമുണ്ട്. ആ, റെഡ് റൂട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുകയാണ് കേട്ടോ. റെഡ് റൂട്ടിൽ കയറുകയാണ്. ഹലോ Hello. ടിക്കറ്റ്. No, it's okay. It's okay. അപ്പോൾ നമ്മൾ റെഡ് റൂട്ടിൽ കയറിയിട്ടോ. 1 നിന്ന് നമ്പർ 1 ആണ്. ഇതാണ് 1 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാഴ്ച. അതായത് നമ്മൾ ലണ്ടൻ ഐൻ്റെ മുന്നേ സൈഡ് കേട്ടോ, ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്പർ 1 റെഡ് ലൈൻ, റെഡ് റൂട്ടിൽ നിന്ന് ഏതും വരെ റെഡ് ലൈൻ. അപ്പോൾ അവിടുന്ന് നമ്മൾ റോട്ടിലേക്ക് കയറുന്ന കാഴ്ചകളാണ്. ഇവിടെ ആൾക്കാർക്ക് നടക്കാനും തിരിയാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. റോഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ റോഡ്, നമ്മൾ എന്താ പറയുക, റൂറൽ ഏരിയകളിൽ പോയിട്ട് കാണുന്നത് പോലെയുള്ള രീതിയിലാണ് ഉള്ളത്. കാരണം വർഷങ്ങൾക്ക് മുന്നേ ഇത്രയും ജനസാന്ദ്രത ഒന്നും ഇല്ലാത്ത കാലത്ത് അവരുണ്ടാക്കിയ, ഇത്രയും ടെക്നോളജി ഇല്ലാത്ത കാലത്ത് ഉണ്ടാക്കിയ ഒരു ഏരിയ ആയതുകൊണ്ട് ഉള്ളതിനെ അവർ ഓണം പോലെ കൊണ്ടുവരും. റൗണ്ട് മാളാട്ടോ, KFC അങ്ങനത്തതൊക്കെ ഉണ്ട് ഇവിടെ. ഒരു റൗണ്ടാണ്, ഫുള്ള് ഗ്ലാസ്സിലാണ് അത് തീർത്തത്. ഗ്ലാസ്സിൽ റൗണ്ടിലുള്ള ബിൽഡിങ്. ഇതിൽ KFCൻ്റെ ഫുള്ള് ഹെഡാണ്. ഇത് പഴയ ഇതുകൾ. ഇത് നമ്മൾ ബ്രിഡ്ജിലൂടെ പോവാണ്. ഞാൻ നോക്കിക്കാട്ടെ എന്താണ് ബ്രിഡ്ജിലൂടെ ഉള്ളത്. നമ്പർ 1 അതെ, നമ്മൾ
ഐൻ്റെ വ്യൂ ഇവിടുന്ന് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ലണ്ടൻ ഐ ഇവിടുന്ന് കാണുന്നുണ്ടോ എന്ന് തോന്നുന്നു. ലണ്ടൻ ഐ ഒക്കെ ആ സ്ഥലത്ത് കൂടെ ഒക്കെ ഇപ്പം നമ്മൾ പോകും. ഓക്കെ, ഇഷ്ടംപോലെ കൺസ്ട്രക്ഷൻസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. നിങ്ങൾ എത്ര കൺസ്ട്രക്ഷൻസ് ആണെന്ന് അറിയുന്നത്? ഇവർ പഴയത് മാറ്റേണ്ട സ്ഥലങ്ങളിൽ മാറ്റി ഇത് മെയിൻ്റനൻസ് ചെയ്യാട്ടോ. ഇതാ പഴയ ബിൽഡിങ്ങിനെ ഇവർ ഫുള്ള് സ്ട്രോങ് ആക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് 5 കൊല്ലം കൂടുമ്പോൾ ഓരോ ബിൽഡിങ്ങും ഇവർ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ബിൽഡിങ് ഇടിഞ്ഞ് വീഴാത്തത്. ഇത് അണ്ടർഗ്രൗണ്ട് പാസ്സാണ് കേട്ടോ. ഇതിന് നമ്മൾ ഈ സിറ്റി കൂടി അല്ലാതെ ഈ റോഡിൻ്റെ നേരെ അപ്പുറം പോയിട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള അണ്ടർ പാസ്സാണ്. ഓക്കെ, അല്ല വാഹനങ്ങൾ പോകുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ ഈ സിറ്റി ബ്ലോക്കായി കളിക്കുന്നത് കൊണ്ടാണ് ആ അണ്ടർ പാസ് അന്നേ ഉണ്ടാക്കിയതാണ്. ഇത് 3ാമത്തെ സ്റ്റോപ്പ് കേട്ടോ. നമ്മൾ ഇന്നലെ കണ്ടില്ലേ റോയൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അതിൻ്റെ ഭാഗമാണ്. ഇവിടെ ഒരു കത്രീഡൽ വേറെ ഉണ്ടെന്ന്, റോയൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇന്നലെ നമ്മൾ ചെന്ന സമയത്ത് അവിടെ നിന്ന് സെക്യൂരിറ്റി ഉള്ളോട്ട് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ ഭാഗമാണ് കേട്ടോ. ഇത് 3ാമത്തെ സ്റ്റോപ്പാണ്. ഓക്കെ, 2 കഴിഞ്ഞ് 3ാമത്തെ സ്റ്റോപ്പിലേക്ക് എത്തും. 3ാമത്തെ സ്റ്റോപ്പിലെത്തുമ്പോൾ ഒരു കത്രീഡലുണ്ട്. ഒരു കത്രീഡൽ. നമ്മൾ ഈ കത്രീഡൽ നോക്കട്ടെ, കാണൽ അത്യാവശ്യം ഉണ്ടോ എന്നുള്ളത്. പിന്നെ ക്ലോക്കൊക്കെ കണ്ടത് ഈ പല ഭാഗങ്ങളിലും ഇവർ ഈ കറുപ്പല്ലാതെ മുകളിൽ ഗോൾഡിൻ്റെതാക്കി വെച്ചത് അത് ഒറിജിനൽ ഗോൾഡിൻ്റെ തന്നെ ആണെന്നാണ് പറയുന്നത്. അത് പ്ലേറ്റിങ് മാത്രമല്ല സ്ട്രോങ് ഗോൾഡും കൂടി ഉള്ളതാണെന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ ഗ്ലാസിൻ്റെത് പുറത്തായതുകൊണ്ട് നമുക്ക് തുടയ്ക്കാൻ പറ്റില്ല, അകത്താണെങ്കിൽ തുടയ്ക്കരുത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇറങ്ങിയിട്ട് അടുത്തൊരു ബസ് കയറി നോക്കാം നല്ല ഗ്ലാസ് ഉള്ളതാണോ വരുന്നത്. ഇതൊക്കെ ഈ സൈക്കിള് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് കേട്ടോ. സൈക്കിളിൻ്റെത് ആൾക്കാർ ഇത് അത്ര എടുത്ത് ഉപയോഗിക്കുന്നുമുണ്ട്. ഈ ജംഗ്ഷനൊക്കെ കണ്ടില്ല നിങ്ങൾ? ജംഗ്ഷനൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം എത്രയോ വർഷങ്ങളായിട്ട് പണ്ട് ഉള്ള പിക്ചർ, ലണ്ടൻ്റെ ചിത്രങ്ങളും പിക്ചറുകളും നിങ്ങൾ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ സമയത്ത് ഈ സാധനം ഇങ്ങനെ തന്നെ ഉണ്ട്. എല്ലാ സ്ഥലത്തും കുതിരയായിട്ട് ഒരാൾ ഇവിടെ പടവെട്ടിയ ആളെ സ്റ്റാച്ചു ഉണ്ടാവും. അത് വിട്ട് കളിയില്ല. അന്ന് പടവെട്ടിയ ആൾക്കാരാരാന്ന് വെച്ചാൽ ഓരോ സ്റ്റാച്ചു പല സ്ഥലങ്ങളുണ്ട്. സ്റ്റാച്ചു വെക്കൽ ഒരു വലിയ വീക്ക്നെസ്സാണ്. ഈ ഏരിയയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ നടക്കുന്നത് കാണുന്നത്. കാരണം ഇവിടെ നടക്കുന്ന കൺസ്ട്രക്ഷൻ നേരെ ലണ്ടൻ ബ്രിഡ്ജിലേക്ക് ഇതിലേക്കൊക്കെ വ്യൂ ഉള്ളതാണ്. അതുകൊണ്ടാണ് ശരിക്കും അത് നടക്കുന്നുണ്ടാവുക. അത്രയും പുതിയ ബിൽഡിംഗ് വരുന്നുണ്ടാവും. ഇതൊക്കെ ലണ്ടൻ്റെ പ്രധാനപ്പെട്ട ഏരിയകളാട്ടോ. ഇത് ഈ ഭാഗത്ത് അണ്ടർഗ്രൗണ്ട് റോഡാണ്. ഒരു മാർക്കറ്റും റോഡും ഒക്കെ ഉണ്ട് അണ്ടർകൂടി. അല്ലാണ്ട് വെള്ളത്തിൻ്റെ ബ്രിഡ്ജസ്. പുതിയ ബിൽഡിങ്ങുകൾ ഈ ടൈപ്പിൽ ഞെട്ടിക്കലും, പഴയ ബിൽഡിങ് ആ ടൈപ്പിലും. ഇത് എന്താ വന്നത് 12ാമത്തെ ഫ്ലോറിൽ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഫ്ലാറ്റില്ലാന്ന് തോന്നുന്നു. ഫ്ലാറ്റ് പോലത്തെ എന്തെങ്കിലുമാണ്. അപ്പം എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഓക്കെ, ഈ മേലെ നിന്നുള്ള ഷൂട്ടിങ് നിങ്ങൾക്ക് ഒരു ഹരം കിട്ടുന്നുണ്ടോ? കൺസ്ട്രക്ഷൻ എന്താ നടക്കുന്നത്? അല്ലെങ്കിൽ ഈ ഗ്ലാസിൻ്റെ മുകളിലുള്ള ഈ അടയാളം ഇതിൻ്റെ അകത്ത് വലിയ ബുദ്ധിമുട്ടായിട്ട് വരുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ബസ്സുകളുണ്ടെങ്കിൽ ഈ ബസ്സുകൾ ഇങ്ങനെ തുരു ബസ്സുകളാണ്. ബസ് മെട്രോ സർവീസ് ഒന്നും നോക്കാനില്ല കേട്ടോ. ഫുൾ ടൈം മിനിറ്റുകൾക്കും 2 മിനിറ്റിനൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ബസ്സും മെട്രോ ഒക്കെ വർക്ക് ചെയ്യും. നമ്മളീ പറഞ്ഞ പ്രധാനപ്പെട്ട ഏരിയയിൽ വരിക കേട്ടോ. ഫ്ലാറ്റിൻ്റെ കൺസ്ട്രക്ഷനാണ്. ഫിനിഷ് ആവുന്നുള്ളൂ പുതിയത്. ഓക്കെ, ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സെയിൽസ് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഉള്ളത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലോകത്ത് എണ്ണപ്പെടുന്ന വിലയായിരിക്കും നമുക്ക്. അങ്ങനെ നമ്മളെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്തേക്കുള്ള സ്റ്റോപ്പിലെത്തുകയാണ്. അവിടെ നമുക്ക് ഇറങ്ങിയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ, ലണ്ടൻ ബ്രിഡ്ജിൻ്റെ കുറച്ച് കാഴ്ചകളും കഥകളും മനസ്സിലാക്കിയിട്ട് തിരിച്ച് മറ്റൊരു ബസ്സിൽ കയറാം. അപ്പോൾ ഞാൻ കയറുമ്പോൾ ഇനി നോക്കണം ഈ ഗ്ലാസ് വൃത്തിയുണ്ടോയെന്ന്. ഇത് ശരിക്കും ഡൗട്ടുണ്ട് നിങ്ങൾക്ക് വൃത്തിയായി കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. കണ്ടങ്ങൾ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടിയൊക്കെ നമ്മളെ ഈ ഒരു ബിൽഡിംഗ് എടുക്കുമ്പോൾ ആ റോഡിൻ്റെ മുകളിൽ വാഹനം പോകാൻ കണക്കാക്കിയുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് ഫുള്ള് ബിൽഡിങ്സുകളാണ്.
അത്ര ഏരിയ പോലും ഇവർ നഷ്ടപ്പെടുത്തിയിട്ടില്ല. മ്യൂസിയം ഓഫ് ലണ്ടൻ. ഇവിടെ ഒന്ന് നമുക്ക് കൈകാര്യം ചെയ്താണല്ലേ. മ്യൂസിയം ഓഫ് ലണ്ടനും ഇവിടെയാണ്. അതിൻ്റെ അടിയിൽ കൂടി അതിൻ്റെ സൈഡിൽ കൂടി ഒക്കെ കറങ്ങും നമ്മൾ. ഓക്കെ, ഒരു 1 ലണ്ടൻ വാൾ ഉണ്ട്, മ്യൂസിയം ഓഫ് ലണ്ടൻ ഉണ്ട്. നമുക്ക് ഇതിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. ബസ് മാറണം നമ്മൾ പറഞ്ഞ പോലെ. രണ്ടാമത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ആൾക്കാർ ക്യൂ നിന്നിട്ട് ഫുഡ് വാങ്ങുന്നുണ്ട്. ക്യൂ നിൽക്കുകയാണ്, ഫുള്ള് ക്യൂ ആണ് ആൾക്കാർ റോഡിൽ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില റെസ്റ്റോറൻറ്റുകളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ, ഏതാ റെസ്റ്റോറൻറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് കേട്ടോ. ഇത്ര പൈസ ഉണ്ടെങ്കിലും എത്ര ഇതുണ്ടെങ്കിലും ഫുഡ് കീഴടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. അതാണ് അതിൻ്റെ പ്രത്യേകത. അതാ നിങ്ങൾ കാണുന്ന ആ ക്യൂ അതാണ് കേട്ടോ. അവിടെ നിന്ന് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ നമുക്ക് ആ റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാം. ഇവിടുന്ന് നമുക്ക് അങ്ങ് തുടങ്ങാം. ഓ, ഇതൊരു ബ്രാൻഡാണെന്ന് തോന്നുന്നു. സാൻഡ്വിച്ചുകളൊക്കെ എന്തോ ബ്രാൻഡാണിത്. എന്തായാലും ക്യൂ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അതിശയം തന്നെ അല്ലേ. പിക്കോളോ ബാർ സാൻഡ്വിച്ച് അതെന്തോ പേരാണ്? ഓ, ഇതിൻ്റെ ബ്രാൻഡിൻ്റെ പേര് സാൻഡ്വിച്ച് എന്ന് തന്നെ കേട്ടോ. ഇത് എവിടുത്തെ ബ്രാൻഡാണെന്നുള്ളതൊന്ന് നോക്കണം. റെസ്റ്റോറൻറ്റ് ഉള്ളി സാൻഡ്വിച്ച് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അവിടെയാണ് ക്യൂ ഉള്ളത് കേട്ടോ. റെസ്റ്റോറൻറ്റ് ഇൻഡിപെൻഡൻറ്റ്, ഇതിൻ്റെ പേര് റെസ്റ്റോറൻറ്റ് ഇൻഡിപെൻഡൻറ്റ്. അതിൻ്റെ ക്യൂ ആണിത്. ക്യൂ എന്ന് പറഞ്ഞാൽ അപാര ക്യൂ തന്നെ. അപ്പോൾ അത്രയും ബ്രാൻഡായിരിക്കും അത്. ഇതിന് തൊട്ടടുത്ത് റോഡ് ലീഗൽ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. പക്ഷെ ഒരു കാര്യവുമില്ല അവിടെ, ജനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ കണ്ടില്ലേ, അവരിങ്ങനെ ഇവിടെ ഒരു പ്രത്യേക സ്വഭാവക്കാരും ഉണ്ട്, പാവത്തുകളുണ്ട്, പ്രത്യേക സ്വഭാവക്കാരും ഉണ്ട്. കുറച്ചൊക്കെ അവരോട് ആ രീതിയിൽ നിന്നില്ലെങ്കിൽ നമുക്കൊന്നിട്ട് ചെയ്യാനും കഴിയില്ല. അപ്പോൾ അവൻ പറഞ്ഞപ്പം തന്നെ ഞാൻ എടുക്കില്ല എന്ന് പറയണേ. ഞാൻ നിന്നെല്ലാം എടുത്ത്, ഞാൻ റെസ്റ്റോറൻറ്റ് അടുത്തെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അത്രയേ ഉള്ളൂ. നമുക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാൻ പറ്റും. പക്ഷെ മുമ്പൊക്കെ ഇവിടെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് പറയുമ്പോൾ ആൾക്കാർ ആ രീതി തന്നെ എടുക്കിയിരുന്നു. ഇപ്പോൾ കുറച്ച് വയലേഷനായ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനൊരു സംഭവമുണ്ട്. മ്യൂസിയം ലണ്ടൻ, അതൊന്ന് കയറി വെക്കാം നമുക്ക്. എന്താ സ്ഥിതി നോക്കാം. ലണ്ടൻ മ്യൂസിയം നമുക്ക് വലിയ പൈസ ഇല്ലാതെ കാണാനാണ് കാണാലോ. എസ്കുലേറ്ററിൽ കയറി വീണ്ടും മുകളിലേക്ക് തന്നെ കയറേണ്ടി ഉണ്ടാവും. നോക്കണേ, ഒന്നും ആരെയും കാണുന്നില്ല. ഓ, സംഭവം ഇതിലൂടെ അപ്പുറത്തേക്ക് പോകാനാട്ടോ. എന്നിട്ട് ഗ്ലാസ് പീസൊക്കെ ഇട്ടത്. മ്യൂസിയം ഓഫ് ലണ്ടൻ, അതാണ് ഒരു കാഴ്ച കേട്ടോ. നമ്മളെ അതൊന്ന് കണ്ടു നോക്കാം നമുക്ക്. മ്യൂസിയം ഓഫ് ലണ്ടൻ ചെറിയ കാര്യമായിരിക്കുമല്ലോ. ഒക്കെ ഞാനൊരു ഫോട്ടോ എടുത്താൽ കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു ഭാഗം. ഇതാണ് അതിൻ്റെ ഹിസ്റ്ററി കേട്ടോ. ലണ്ടൻ ഓഫ് മ്യൂസിയത്തിൻ്റെ ഹിസ്റ്ററി 1738. ഓക്കെ, വാട്ട് കുഡ് ഡു, അത് വായിച്ചാൽ തീരൂല. ജോൺ വെസ്ലി, അങ്ങനെയാണ് ഇവിടെ തുടങ്ങിയത്. 1738 സ്റ്റാർട്ട് ചെയ്ത മ്യൂസിയം കേട്ടോ, ലണ്ടൻ മ്യൂസിയം. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ ബാക്ക് സൈഡ് പോയി നോക്കാം. ഇവിടെ സംഭവം ക്ലോസ് ആക്കിയിട്ടതാണ്, എന്നാലൊന്ന് ബാക്ക് സൈഡ് പോയി നോക്കാം. എന്താണല്ലേ, ലോകത്തിലൊരു പ്രധാനപ്പെട്ട രാജ്യത്ത് പ്രധാനപ്പെട്ട മ്യൂസിയം, പ്രത്യേകിച്ച് ഇവരെ മ്യൂസിയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപാര ചരിത്രങ്ങളും കുറേ റിയാലിറ്റി ഒക്കെ ഉള്ളതായിരിക്കും.
ഇതിലൂടെയുള്ള പാസേജ് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. നോക്കി നോക്കട്ടെ. ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ. ഇതിലെ പാസേജ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു മനുഷ്യന് ഓടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കയറിയത് അതിലെയാണ്. ഇത് ശരിക്ക് മ്യൂസിയം മെയിൻ്റനൻസിലാട്ടോ. സംഭവം മെയിൻ്റനൻസ് ആയിട്ട് ഇവർ ക്ലോസ് ചെയ്ത് വെച്ചാണ്. എന്നാലും മ്യൂസിയം കാണാൻ വരുന്ന ആൾക്കാരെന്ത് ചെയ്യൂലേ ശരിക്ക്. പക്ഷെ ഇവിടെ നിന്നൊക്കെ നമ്മൾ എവിടേക്ക് പോകാനും പാത്തുവേ ഉണ്ട്. അങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ ഇതിലൂടെ ഒന്ന് ക്രോസ് ചെയ്ത് അപ്പുറം കിടക്കണം. ഇതൊക്കെ നമ്മളെ നാട്ടിലെ പോലെ അങ്ങോട്ട് ക്രോസ് ചെയ്തുകൂടെ തന്നെ. കാരണം ചില ഏരിയകളിൽ റഷ് ഇല്ലെങ്കിൽ അങ്ങ് ക്രോസ് ചെയ്യൽ തന്നെ. അപ്പോൾ തിരിച്ച് നമ്മളെ 3ാമത്തെ സ്റ്റോപ്പിലാണ് നേരത്തെ ഇറങ്ങിയത്. ഓക്കെ, ഇനി നമുക്ക് 4ാമത്തെ സ്റ്റോപ്പാണ് അല്ലേ? തെറ്റിപ്പോയിട്ടില്ലല്ലോ, 4 ഇറങ്ങിയേ. എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾ 3 തോന്നുന്നു. എനിവേ പോയി നോക്കിയാൽ സ്റ്റോപ്പ് പോയി നോക്കിയാൽ അറിയാം. അപ്പോൾ നമ്മൾ 4 സ്റ്റോപ്പിൽ തന്നെ തിരിച്ചെത്തിയിട്ട് അവിടുന്ന് നമ്മൾ വേറൊരു ബസ്സിന് അടുത്ത ബസ് കിട്ടോ. അപ്പോൾ നമുക്ക് ഗ്ലാസ് വൃത്തിയുള്ള ബസ് കിട്ടുമോ നോക്കട്ടെ. അടുത്ത ബസ് വന്നു. 10 മിനിറ്റ് കൊണ്ട് അടുത്ത ബസ് എത്തി ചെയ്യാം. അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റായി. മ്യൂസിയം കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണല്ലോ. 1 ലണ്ടൻ വാൾ. പേരെന്നെ അടിപൊളിയായില്ല അല്ലേ? 1 ലണ്ടൻ വാൾ എന്ന് പറയുന്നത് ഒരു ഹോട്ടലാണ് കേട്ടോ. ഒരു ഹോട്ടലാണ്. പേര് അടിപൊളി പേരാണ്. 1 ലണ്ടൻ, ഒറ്റ ലണ്ടൻ വാൾ. ഒരു ലണ്ടനിലുള്ള വാള്, മതിൽ. എങ്ങനെയുണ്ട്? അടിപൊളി പേരല്ലേ? ഇവിടെ ശരിക്കും നമ്മൾ മാസങ്ങൾ നിന്നിട്ട് ഷൂട്ട് ചെയ്ത് കാണിക്കണം. ഷൂട്ട് ചെയ്താൽ മാത്രം പോരാ. ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ചരിത്രങ്ങളും നമ്മൾ വെറുതെ ഗൂഗിളിൽ നോക്കിയിട്ടോ അതല്ലെങ്കിൽ ആരോടും ചോദിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് വായിക്കുന്നത് മാത്രമല്ലാതെ നമുക്ക് പറയാൻ പറ്റണം. അത്രയും രസമുണ്ട്. ഇവർക്ക് ചരിത്രങ്ങളിൽ തന്നെ അട്രാക്റ്റീവായിട്ടുള്ള ഒരുപാട് ഹിസ്റ്ററി ഉള്ള ആൾക്കാരാണ്. നമ്മളെ രാജ്യം ഭരിച്ച കഥ മാത്രമൊന്നുമല്ല ഇവർക്കുള്ളത്. ഇവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ആ ഹോട്ടലാട്ടോ നേരത്തെ എടുത്തേ. സാൻഡ്വിച്ച് എന്തായാലും ഹിറ്റാണത്. എല്ലാവരും ആ ബ്രാൻഡ് ഓർമ്മ വെച്ചോളി. സാൻഡ്വിച്ച്. ഓക്കെ, അതാ ഒരു ഇതാണ്. ഇതൊരു ഫ്ലാറ്റ് സമുച്ചയാന്ന് തോന്നുന്നു പണ്ട് മുതലേ ഉള്ളത്. അപ്പം നമ്മൾ സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടോ. സ്റ്റോപ്പിലേക്ക് തിരിച്ചെത്തി അടുത്ത ബസ്സിന് നമ്മൾ തിരിച്ച് കയറും. ഇതാണ് ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിൻ്റെ പ്രത്യേകത. ഓരോ സ്റ്റോപ്പിലും നമ്മൾ എന്തെങ്കിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഗതികൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി അതിനെപ്പറ്റി നമ്മൾ ഷൂട്ട് ചെയ്ത് ഒക്കെ ഡീറ്റെയിൽ എടുത്തിട്ട് നമുക്ക് തിരിച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് തിരിച്ചെത്താൻ, അല്ലെങ്കിൽ അടുത്തൊരു 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്ക് നമ്മൾ അടുത്തൊരു ബസ് വരും. നമുക്ക് അതിൽ കയറി പോയാൽ മതി. ഓക്കെ, അങ്ങനെ 2 ദിവസത്തേക്കുള്ള ടിക്കറ്റ് ഞാൻ എടുത്തത്. 62 പൗണ്ടാണ് 2 ദിവസത്തേക്കും, പ്ലസ് 10 ദിവസത്തെ വാലിഡിറ്റി ഉള്ള പിന്നെ വാട്ടർ ഇതിൻ്റെ വെള്ളത്തിൽ ഉള്ള സർവീസും. 10 ദിവസം വാലിഡിറ്റി, ഇതിന് 48 മണിക്കൂർ. പക്ഷേ എനിക്കത് 44 പൗണ്ടിന് കിട്ടിയിട്ടോ. 62 പൗണ്ടാണ് വില ശരിക്കുള്ള റേറ്റ്. അതിൽ 10% എനിക്ക് തോന്നുന്നു പൊതുവേ ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ടെന്ന്. പക്ഷേ എനിക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടി. 44-നാണ് എടുത്തത്. 20% ആയിട്ടാണ് കിട്ടിയത്. നോക്ക്, നമ്മൾ എത്തുമ്പോഴേക്ക് ബസ് എത്തി. ഇനി നമ്മൾ തിരിച്ച് വീണ്ടും കയറാട്ടോ അടുത്ത സ്റ്റോപ്പിലേക്ക്. ഇതിൻ്റെ ഗ്ലാസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. മുകളിലത്തെ ഗ്ലാസ് വൃത്തിയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കയറിയിട്ട് മുകളിലേക്ക് കയറാട്ടോ. ഷൂട്ട് ചെയ്യുക. അടുത്ത നമ്മൾ ഇതേപോലെ മാറി കയറുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് പറയുന്നുണ്ടെങ്കിൽ മുന്നിൽ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല സീറ്റ്. അപ്പോൾ മുന്നിൽ ഇനി സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ മുന്നിൽ തന്നെ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്യണം. അപ്പോഴേ നമുക്ക് ആ സീറ്റ് ഒരു പ്രധാനമാണ് ഷൂട്ടിങ്ങിന്. പക്ഷെ ആ സീറ്റിൻ്റെ ഗ്ലാസ് തുടയ്ക്കാത്തതുകൊണ്ട് ഒരു സുഖം കിട്ടുന്നില്ല. ഇതാണ് നമ്മളെ ആ ചർച്ച് കേട്ടോ. നമ്മൾ പറഞ്ഞ കത്തീഡ്രൽ ചർച്ചാണ്. ഇതാണ് ഇപ്പോൾ കയറിയ ബസ്. നമ്മൾ പുതുതായിട്ട് ഇപ്പം മാറി കയറിയ ബസ്സാണ്. ഇതിൻ്റെ ഇനി നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിലേക്കാട്ടോ എത്താൻ പോകുന്നത്. ലണ്ടൻ ബ്രിഡ്ജിൽ അടുത്ത സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങാം. എന്നിട്ട് അടുത്ത ബസ്സിൽ കയറാം. ഈ ബസ്സിൽ പോരാ.
ഏതൊരു കത്രീഡലാണ്, ഏതൊരു കത്തീഡ്രലാണ്. ഇതിൽ അടിപൊളി സെറ്റപ്പ് കാണുന്നുണ്ട്. മുന്നിൽ ഞാൻ ഇവിടെ ഇരുന്നാൽ ഒരു സുഖം കിട്ടുന്നില്ല. മുന്നിലത്തെ വ്യൂ കാണുന്നുണ്ടല്ലോ. താഴെ പോയി നോക്കട്ടെ, താഴെ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അവിടെ നിന്ന് മുന്നിൽ സീറ്റ് കിട്ടുന്നില്ല. ഇവിടെ ഇരിക്കും. സർ, നെക്സ്റ്റ് സ്റ്റോപ്പ് നമ്പർ 4 or 5? 5. ഓക്കെ. അപ്പോൾ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിലെ അടുത്തേക്കാണ് എത്തുന്നത്. ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്തേക്കുള്ള സ്റ്റോപ്പിലാണ് നമ്മൾ എത്തുന്നത്. ഇനി ലണ്ടൻ ബ്രിഡ്ജിൻ്റെ കളിയാണ് മക്കളെ, കണ്ടിരുന്നോളി. വേൾഡിൽ ഇത്ര ഫേമസ് ആയ ഒരു സ്പോട്ട് വേറെ ഇല്ല. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ലണ്ടൻ ഐ, ലണ്ടൻ ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഫോട്ടോ എടുത്ത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അതിനൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ടാവും. അതാണ് ലണ്ടൻ ബ്രിഡ്ജ്. ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അടുത്തേക്കുള്ള റോഡ് എത്തുമ്പം തന്നെ ഒരു 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 പ്രത്യേകത അല്ലേ. നമ്മൾ സാധാരണ കണ്ട സ്ഥലം പോലെ കറുത്ത കാലുകൾ കുറേയാണ്, അതിൻ്റെ മുകളിൽ നിറച്ചും സിഗ്നലുകൾ, കുറേ ആൾക്കാർ, ഞെട്ടിക്കുന്ന ബിൽഡിങ്ങുകൾ. എന്താല്ലേ, ഓ ഇത് ഏതാണെന്നറിയോ? അത് നമ്മൾ ഇന്നലെ മിനിയാന്ന് വന്ന് നമ്മളെ ബാങ്ക് ഓഫ് ലണ്ടൻ, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗം, ഇതൊക്കെ ഇന്നലെ നമ്മൾ ഇന്നലത്തെ ഷൂട്ടിങ്ങിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓ ഈ വഴിയല്ലേ ലണ്ടൻ ബ്രിഡ്ജിലേക്ക് എത്തുന്നത്. എന്താല്ലേ ഈ രസം, ഈ ബിൽഡിങ്ങിൻ്റെ ഈ റോഡ്, ഈ സിസ്റ്റം, ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭാഗം. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സാധനവും എടുത്തു വരുന്നില്ലല്ലോ അല്ലേ. എത്ര പുതിയതെടുത്താലും ഈ ഒരു ഒരു സുഖം കിട്ടുന്നില്ല. ഇതിന് എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു 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 വല്ലാത്ത ഫീലിംഗ് ആണ്. എനിക്കൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലോ, ഒരു പ്രത്യേക ഇതിൽ, ഒരു വാം ലുക്കിൽ, പെയിൻറ്റിങ് അങ്ങനെ തന്നെ, വേണ്ടാത്ത കുന്തങ്ങളൊന്നുമില്ല. റോഡാണെങ്കിൽ തന്നെ പൊളിഞ്ഞ റോഡ്, പക്ഷേ കുയ്യൊന്നുമില്ല. ഈ കുണ്ടും കുയ്യ അടിച്ച രീതി കണ്ടെങ്കിൽ പല കളറിലുള്ള ടാറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു രസം, അതൊക്കെ അടക്കം തന്നെയാണ് രസം കാണുന്നത്. അപ്പം നിങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത കാഴ്ചകളുമായിട്ട്, ലണ്ടൻ്റെ വിശദമായ അടുത്ത കാഴ്ചകളുമായിട്ട് നമുക്ക് നാളെ കാണാം. ബായ്.